കൂന്തൽ റോസ്റ്റാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതിനായി ഒരു കുക്കർ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർക്കാം. എന്നിട്ട് അത് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ലൈറ്റ് ബ്രൗൺ ആവുന്നത് കാണാം. ഇത് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീ കുറച്ച് നന്നായി ഇളക്കി കൊടുക്കുക. നന്നായി പേസ്റ്റ് ആയത് കൊണ്ടാണത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം, സവാള അരിഞ്ഞത്. പിന്നെ ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. ചെറിയ ഉള്ളി ഒരു 6-7 എണ്ണം നമ്മൾ അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. രണ്ടും നന്നായി വഴറ്റിയെടുക്കാം. ചെറിയ തീയിൽ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ഇതിൽ മിക്സ് ആയി അടിയിൽ പിടിക്കാതെ നോക്കണം. വഴണ്ടതിന് ശേഷം നമുക്ക് വേപ്പില ചേർക്കാം. വേപ്പില മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് തക്കാളി ചേർക്കാം. ഈ കണവ റോസ്റ്റ്, കൂന്തൽ റോസ്റ്റ് നല്ലൊരു അടിപൊളി ഡിഷാണ്. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല. മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 3/4 ടേബിൾ സ്പൂൺ, പിന്നെ ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. തക്കാളിയും ചേർത്തിട്ടുണ്ട്. തക്കാളിയുടെ നീര് വരുമ്പോൾ നമ്മൾക്ക് കുറച്ചൊരു അടിയിൽ പിടിക്കാതെ നോക്കാം. തക്കാളി നല്ല ഉടച്ച് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മളെ കൂന്തൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ല വൃത്തിയായി കഴുകിയ റൗണ്ടായി കട്ട് ചെയ്ത കൂന്തലാണ്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു 1 കപ്പ് ചുടുവെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരെ നമുക്ക് വേവിച്ചെടുക്കാം. കുക്കർ തുറന്നതിന് ശേഷം കുറച്ച് വെള്ളം വറ്റിച്ചതിന് ശേഷം നമുക്ക് കുരുമുളക് പൊടിയും നാരങ്ങാ നീരും ചേർക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി കൂന്തൽ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നും കൂടി വറ്റിച്ചെടുക്കാവുന്നതാണ് ടൈറ്റിൽ. ഈ ഒരു ഭാഗത്തിനാണെങ്കിൽ നമുക്ക് അപ്പവും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോംബോ ആണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ഡിഷ് റെഡി ആയിട്ടുണ്ട്.